നോട്ടം 2025 അന്താരാഷ്ട്ര ഹ്രസ്വ ചലച്ചിത്രമേള സംഘടിപ്പിച്ചു. രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ശ്രദ്ധേയ സാന്നിധ്യവും ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ചിത്രങ്ങളുടെ സംവിധായകനുമായ ഡോക്ടർ ബിജു മേള ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും അഭിനേതാവുമായ ജോണി ആന്റണി മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ കേരള അസോസിയേഷൻ പ്രസിഡന്റ് ബിവിൻ തോമസ് അധ്യക്ഷത വഹിച്ചു. കണിയാപുരം രാമചന്ദ്രൻ സ്മാരക പുരസ്കാരം ജോണി ആന്റണിക്ക് ബിവിൻ തോമസും മഞ്ജു മോഹനും ട്രഷറർ അനിൽ കെജിയും ചേർന്ന് സമ്മാനിച്ചു. ഫെസ്റ്റിവൽ ഡയറക്ടർ വിനോദ് വലൂപ്പറമ്പിൽ മേളയുടെ ലക്ഷ്യങ്ങളും പ്രാധാന്യവും വിശദീകരിച്ചു. നോട്ടം 2025 സുവനീർ ലോക കേരള സഭാംഗം ഉണ്ണിമായ ഉണ്ണികൃഷ്ണൻ ശ്രീജിത്തിന് നൽകി പ്രകാശനം ചെയ്തു. പ്രശസ്ത ചലച്ചിത്ര നിരൂപകൻ ഡോക്ടർ CS വെങ്കിടേശ്വരൻ, സംവിധായകർ ഡോക്ടർ ബിജു, VC അഭിലാഷ് എന്നിവർ അടങ്ങിയ ജൂറിയാണ് സിനിമകളുടെ വിലയിരുത്തൽ നിർവഹിച്ചത്. പ്രദർശന വിഭാഗവും മത്സര വിഭാഗവുമായി തരം തിരിച്ച മേളയിൽ സ്റ്റുഡൻസ് കാറ്റഗറി അടക്കം 33 ചിത്രങ്ങളാണ് മത്സരിച്ചത്. ഗ്രാൻഡ് ജൂറി അവാർഡ് പ്രവീൺ കൃഷ്ണ സംവിധാനം ചെയ്ത ചലനം നേടി. മികച്ച പ്രവാസി ചിത്രമായി ഷെരീഫ് താമരശ്ശേരി സംവിധാനം ചെയ്ത ദി ലാസ്റ്റ് ഡേയും മികച്ച പ്രേക്ഷക ചിത്രമായി വാപ്പസും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ബാലചിത്രത്തിനുള്ള പുരസ്കാരം ലവ് ആൻഡ് കെയർ നേടി. വ്യക്തിഗത പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനായി മുഹമ്മദ് സാലിഹ്, മികച്ച നടനായി സലാം ഓലക്കോട്, മികച്ച നടിയായി മമിത പുലിക്കോട്, മികച്ച തിരക്കഥയ്ക്ക് മനോജ് കുമാർ കാപ്പാട് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഉദ്ഘാടന സമ്മേളനത്തിൽ ഫെസ്റ്റിവൽ കൺവീനർ മണിക്കുട്ടൻ എടക്കാട് സ്വാഗതവും അനിൽ KG നന്ദിയും പറഞ്ഞു. ജനറൽ കോർഡിനേറ്റർമാരായ ശ്രീംലാൽ, ഷാജി രഘുവരൻ, ശ്രീഹരി, ബേബി ഔസേഫ് എന്നിവർ മേളയ്ക്ക് നേതൃത്വം നൽകി. മീഡിയ 1 കുവൈറ്റ് സിറ്റി.